ഇസ്രായേൽ ഇറാൻ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ ടെഹ്റാനിൽ നിന്ന്, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് കൂട്ടത്തോടെ ഇറാൻ നിവാസികൾ പലായനം ചെയ്യുകയാണ്. കൂട്ടപലായനം എന്ന് തന്നെ പറയാം. നീണ്ട നിരയാണ് കാറുകളുടെ. അവർ നഗരം വിട്ട് ഉൾനാടുകളിലേക്ക് പോവുകയാണ്. എന്താണ് സാർ ഇത്തരത്തിൽ ഒരു ഇറാൻ്റെ തലസ്ഥാനത്തൊരു കൂട്ടപലായനത്തിന് കാരണം? ഈ 4-5 ദിവസമൊന്നുമല്ല, അതിൽ കൂടുതലായി. ഈ മറ നീക്കി പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് 4 ദിവസമായിട്ടുള്ളൂ. 9 മാസമായിട്ട് അണിയറയിൽ വലിയ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രായേൽ. ഇസ്രായേൽ. അതിനകത്ത് ട്രംപും ഉണ്ട്. നമുക്കറിയാമല്ലോ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിലൊക്കെ ട്രംപ് ഏത് തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് നമ്മളെല്ലാവരും കരുതിയില്ലേ, ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന്. അത് തൊട്ടില്ല എന്നുള്ള മട്ടിലങ്ങ് പോയി. പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒതുങ്ങിക്കോണമെന്നുള്ള മട്ടിലൊരു ശാസനയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെല്ലാം തീർന്നു. ഗാസയുടെ കാര്യങ്ങളിലേക്ക് ട്രംപ് കടക്കുന്നു. അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലാക്കും, ഇവരെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അതൊന്നും ഫലപ്രാപ്തി കണ്ടിട്ടില്ല ഇതുവരെ. അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. 10-20 ലക്ഷം പേരല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അവർ അണിയറ നീക്കങ്ങളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഇറാൻ എന്തായാലും ഈ വലിയ ഭീഷണിയാണ് ലോകത്തിനുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജൂതന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് അവർക്ക് വലിയൊരു അവരുടെ ടാർഗറ്റാണ്. അതിന് നേരത്തെ തന്നെ ഗാസയും ആയിട്ടുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ ലോകത്തോട് ആഹ്വാനം ചെയ്തതാണ് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തണമെന്നുള്ള രീതിയിൽ. ഇപ്പം ഇവർ വളർത്തുന്ന കുറേ പേരുണ്ടല്ലോ, ഈ ഹൂതികളും, ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള. ഹമാസിൻ്റെയൊക്കെ ശക്തി ചോർന്നു പോയി എന്നുള്ളതാണ്. ഇപ്പം ഈ മൂന്നിനെയും ഇസ്രായേൽ തകർത്തു. ഈ സൈനിക മേധാവികളെ തന്നെയാണ് ആദ്യം ഇവർ ലക്ഷ്യമിട്ടത് ഇസ്രായേൽ. അതിനോടൊപ്പം തന്നെ ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെയും പലരെയും തീർത്തു. ഇനിയും ഉണ്ട്. ഇറാൻ പറയുന്നത് 5 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് 13 പേരെ കൊലപ്പെടുത്തി വധിച്ചു. അതിൽ ഈ ഇറാൻ പറയാത്ത 8-9 പേരുടെ പേരുകൾ കൂടെ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇറാന്റെ സൈനിക മേധാവി ബഗേരി, അതുപോലെ അവിടുത്തെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അതിൻ്റെ കമാൻഡർ, ഇവരെയൊക്കെ കൊലപ്പെടുത്തി. ഏതാണ്ട് 1 ഡസനോളം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സൈനിക മേധാവികളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടും ഇവർ ടെഹ്റാനിലേക്കാണ് ആദ്യം ഈ കുറച്ച് വലിയ നാശനഷ്ടമൊക്കെ വരുത്തിയില്ലേ. പിന്നെ വിമാനത്താവളമൊക്കെ തന്നെ അറ്റാക്ക് ചെയ്തു, അങ്ങനെയുള്ള നീക്കമൊക്കെ നടത്തി. ഇപ്പം ഇന്ത്യക്കാർ പോലും അവിടെ നിന്ന് വിട്ടുപോകണമെന്നൊക്കെ ഒരു ആഹ്വാനം ഉണ്ടായി. 40,000-ത്തിലധികം മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം ഇറാനിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ജോലി സാധ്യതയുള്ള ഇടങ്ങൾ തേടി. അല്ല, ഇസ്രായേലിലാണ് ഞാൻ പറഞ്ഞത്. 40,000 അല്ല, ഇറാനിലും മലയാളികളുണ്ട്. ഈ ഇന്ത്യക്കാർ ധാരാളം ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അദാനിയുടെ തുറമുഖം അവിടെ കിടക്കുന്നു, നിർമ്മിച്ച തുറമുഖം. പിന്നെ അതുപോലെ തന്നെ അവിടെ പല വ്യാപാരങ്ങളിലും, പ്രത്യേകിച്ച് ഈ എണ്ണ, ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലൊക്കെ പല വ്യാപാരങ്ങളിലും അദാനിക്കും ഇന്ത്യയിലെ പല കമ്പനികൾക്കും അവിടെ നിക്ഷേപമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പിന്നെ നീക്കം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏത് തരത്തിലാകുമെന്നുള്ളത് ഇപ്പോൾ ലോകം ആശങ്കയിൽ പെട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ കാത്തിരുന്ന ഒരു വലിയൊരു. പക്ഷേ സാറേ, ഇവിടെ ഇറാൻ വലിയ പ്രതിരോധത്തിലാണ്. അവിടുത്തെ ജനങ്ങൾ ഭയപ്പെട്ടാണ് കൂട്ടപലായനം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതെന്തുകൊണ്ട് അവരെന്നറിയാമോ? ഇറാൻ അല്ലാതെ തന്നെ അവിടുത്തെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് പലതരത്തിലാണ്. അവിടുത്തെ മതഭരണകൂടം, മതഭരണവും. അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യമില്ല, ആഹാര സ്വാതന്ത്ര്യമില്ല, നടപ്പ് സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു രാജ്യം. പുറത്തിറങ്ങാൻ പറ്റില്ല, പറ്റാത്ത ഒരു രാജ്യമാണ്. എനിക്കിപ്പോ ശരിയാണ് അവിടെ.
ഈ ഇറാനിൽ നിന്നൊക്കെ ഒരുപാട് ലോകത്ത് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, അറിയാമോ? അവിടുത്തെ ഒരു ജാഫർ ഫനാവി എന്ന് പറയുന്ന ഒരു സംവിധായകനെ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് വീട്ടുതടങ്കലിട്ടിരിക്കുകയായിരുന്നു. ഒരു സംവിധായകൻ 10-15 വർഷം വീട്ടുതടങ്കലിൽ സിനിമ എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സിനിമ തന്നെ ഹറാമാണ്. 5 സെൻസറിങ് കഴിഞ്ഞാണ് സിനിമ വരുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കാലം അകത്തിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തീർന്നില്ല അയാളുടെ ഭാവി. പക്ഷെ അയാളിപ്പോൾ പുതിയ ചിത്രവുമായിട്ട് വീണ്ടും വീട്ടുതടങ്കലിന് ശേഷം രംഗത്ത് വന്നിരിക്കുകയാണ്. മലയാള മാധ്യമങ്ങൾ, പത്രങ്ങൾ അടക്കം നല്ല വാർത്തയായിട്ട് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത്ര ശ്രദ്ധേയനായ ഒരു സംവിധായകനാണ്. അപ്പോൾ അത്ര കർക്കശമായിട്ട് പോകുന്ന ജനതയെ വീർപ്പ് മുട്ടിക്കുന്ന, അതാണ് ഒരിക്കൽ ഇസ്രയേൽ ഗാസയുമായിട്ട് എതിരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇറാനിലെ ജനതയോട് പറയുകയുണ്ടായി, പ്രത്യേകിച്ച് സ്ത്രീകളോട്, നിങ്ങൾ സ്വാതന്ത്ര്യം കാക്ഷിക്കുന്നില്ലേ, നിങ്ങൾ അവിടം വിട്ടു ഇറങ്ങൂ എന്നൊക്കെ പറഞ്ഞു. അതായത് സാർ, അത് 2023 ഒക്ടോബർ, അതെ, ഒക്ടോബറിലാണ് ഈ നെതന്യാഹു ഇക്കാര്യം പറയുന്നത്. പിന്നെ അവിടെ എത്ര സ്ത്രീകൾ തെരുവില് ഇവിടെയും ക്യാമ്പസിലൂടെയും അടിവസ്ത്രമാത്രമിട്ട് അതെ സമരം ചെയ്തു. അവരെയൊക്കെ തന്നെ മനോരോഗികളാക്കി മാറ്റി ഇവരെവിടോ കൊണ്ടുപോയി, എന്തോ ജയിലിലടച്ചോ ജീവൻ പോയോ എന്നൊന്നും ആർക്കും പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വീർപ്പുമുട്ടുന്ന ജനത തീർച്ചയായിട്ടും ഇപ്പം ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ്, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറിക്കൊള്ളുക. കാരണം ഇസ്രായേൽ ഒരിക്കലും ഈ മനുഷ്യ ജീവൻ കുരുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, അവിടെ ഗാസയിൽ അവർ ഇത്രയും പേരെ കുരുതി കൊടുത്തില്ലേ എന്ന് ചോദിക്കും. അല്ല, ഗാസയിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഈ തലവന്മാർ, ഈ ഹമാസിൻ്റെ തലവന്മാരൊക്കെ കയറി ആശുപത്രികൾക്കകത്തും അഭയാർത്ഥി ക്യാമ്പുകളിലും കുട്ടികളെയും ഒക്കെ വലയം ചെയ്തല്ലേ ഇവന്മാർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി? അവർ സുരക്ഷ തേടി പോയതാണ്. ബങ്കറിനുള്ളിലൊക്കെ കഴിയുമ്പോഴും അവർക്കൊരു സുരക്ഷാ വലയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ തീർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അവരെ തീർത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും മുളച്ച് പൊന്തി വരുമെന്നുള്ളത് അറിയാവുന്നതാണ്. എന്തായാലും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യവിസ്തൃതി തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി തന്നെ ആയിരിക്കും ട്രംപും ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. ഇതിനകത്ത് വളരെ കൃത്യതയോടുകൂടിയുള്ള പോക്കാണ് കാണുന്നത്. അല്ല സാർ, ഈ ഇറാൻ ഉയർത്തുന്ന ഒരു ആണവ ഭീഷണി ചെറുതല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇറാൻ പറയുന്നത്, ഇസ്രായേലിനോട് പറയുന്നത്, ഇനിയും ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ, ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ആണവായുധം പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തിരിച്ചടിക്കും എന്നാണ് പറയുന്നത്. മുച്ചൂടും നശിച്ച് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു പ്ലെയിന് പോലും അവിടെ നിന്ന് പറന്ന് പൊങ്ങാൻ ഒരു യുദ്ധവിമാനവും പാകിസ്ഥാൻ്റെ എയർബേസിൽ നിന്ന് പൊങ്ങില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്ന പാകിസ്ഥാൻ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇവർ ഏത് സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്? വല്ല ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് രാജ്യം വെച്ചിട്ടാണേലും ഇങ്ങോട്ട് ഇറങ്ങുമെന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ തയ്യാറാകുമെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഏത് തരത്തിൽ മാറും. ഇതിനോടൊപ്പം തന്നെ ഇറാനെ പിന്തുണയ്ക്കാനായിട്ട് ഇപ്പോൾ ഹൂതികളും ഹമാസും ഒക്കെ രംഗത്ത് വരുമെന്നൊക്കെ പറയുന്നു. ഹമാസിൻ്റെയൊക്കെ അവശേഷിക്കുന്നുണ്ടാകാം, അവിടെ ഇവിടെയായിട്ട് അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ ചില കുറ്റികൾ കാണും. അതിൽ നിന്നെങ്ങാനും വല്ലതുമൊക്കെ മുളച്ച് പൊങ്ങുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ട്രംപുമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ UN എന്ന് പറയുന്നത് എവിടെ പോയി കിടക്കുക? എന്താണ് UN? അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ളത് UN ഇടപെടുന്നു, സമാധാനത്തിന് വേണ്ടി യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നൊക്കെയല്ലേ. അതെ, ഇത് അന്ന് തന്നെ ഈ ഹമാസ് ഇസ്രായേൽ വിഷയം തന്നെ UN നോക്കുകുത്തിയാണ്. പിന്നെ ഹമാസിനെതിരെ അവർ കാര്യമായിട്ട് റഷ്യ ഉക്രൈൻ സമയത്ത് എവിടെ പോയിരുന്നു UN? അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പൊതുവിടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി നിൽക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.